നമ്മൾ ചെറുതായിട്ടൊരു നനഞ്ഞ കോഴിയെ പോലെയാണ്. ഞാൻ മുടിയൊക്കെ കുളിച്ച് കുറച്ച് ക്രീമൊക്കെ ഇട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടിരിക്കുവാണ്. മുടി കുറച്ച് കേൾസ് ഒക്കെ നല്ല ഡിഫൈൻഡ് ആയിട്ടുണ്ടെന്ന് വെച്ചിട്ട്. അപ്പൊ ഈ കല്യാണ പരിപാടിന്റെ ഇടയിൽ ഞാൻ ഇന്ന് ചെറുതായിട്ട് ഒന്ന് ബാംഗ്ലൂർ പോകണം ഗൈസ്. ഒന്ന് ബാംഗ്ലൂർ പോകണം. എന്റെ കൊല്ലരുത് നിങ്ങൾ. കാരണം വെച്ചാൽ ഞാൻ ആക്ച്വലി ലാസ്റ്റ് വീക്കെൻഡ് പോകണ്ടായിരുന്നു. അപ്പൊ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ സൗമ്യ ഉണ്ടല്ലോ, അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. കുറച്ച് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എനിക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഓർത്തു ഇന്ന് പോവാന്നുള്ളത്. അപ്പം അവൾക്കറിയത്തില്ല ഞാൻ വരുന്നുള്ള കാര്യം. ആസ് യൂഷ്വൽ സർപ്രൈസ് ആണ്. അവളോട് ഞാൻ അടി ഉണ്ടാക്കി നിൽക്കുവാണ്. അടി ഉണ്ടാക്കി തെറ്റി ഞാൻ സംസാരിച്ചിട്ടില്ല അവളോട് കുറച്ച് ദിവസമായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവളിങ്ങനെ ഒരുമാതിരി ദൈവമേ എന്താ പറ്റിയേക്കെന്ന് ഇവളെന്തെങ്കിലും മിണ്ടാട്ടെ. ഞാനൊരു 4-5 ദിവസമായിട്ട് അവളോട് മിണ്ടിയിട്ടില്ല കേട്ടോ. അപ്പം നേരെ നാളെ ഡയറക്റ്റായി പോയിട്ട് ഹായ് സൗമ്യ ഹൗ ആർ യു എന്ന് ചോദിക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ. മനസ്സിലായില്ല. അപ്പം ഞാൻ ഓൾറെഡി നമ്മുടെ ബാഗും വേറൊരു ബാഗും പിന്നെ ഒരു സൂട്ട് കേസും കൂടെ ഉണ്ട് ചെറുത്. കാരണം കുറച്ച് ദിവസത്തേക്കാണ് പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ കല്യാണത്തിന്റെ പരിപാടിയുടെ ഇടയിൽ എന്താ നീ അങ്ങോട്ട് കെട്ടിയെടുക്കുന്നതെന്നുള്ള എൻ്റെ അപ്പനും അമ്മയും ചോദിച്ചു നിങ്ങൾ എന്നോട് ചോദിക്കരുത് ഗൈസ്. ഐ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ. നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുന്നതാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പൊ ഇപ്പം നമുക്ക് ബസ് ഉണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. ഇപ്പൊ ഞാൻ വേഗം വന്നിട്ട് വീഡിയോ എടുത്ത് നിങ്ങളോട് വിശേഷം പറയാനാണ് ഓർത്തത്. അപ്പം കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി പോയിട്ട് ഒന്ന് ചില്ല് ചെയ്യാം. ഒന്ന് ഇതിന്റെ ഒക്കെ ഇടയിലൊന്ന് പോയി നമ്മളൊന്ന് ചില്ല് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. അതാണ് ശരിക്കത്തെ സംഭവം എന്ന് പറഞ്ഞത്. ആൻഡ് ഓൾസോ ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഇപ്പൊ ഞാൻ ഇത് താഴേക്ക് വന്നിട്ട് ഭയങ്കര കനകേസ് ഈ സമയം ഇത്രയും കനത്തിന്റെ വെച്ചിട്ട് എന്തിനാണ് പോകുന്നത്? നമ്മുടെ ഒരു കുർത്ത, നമ്മൾ കോളേജിൽ ഇട്ടുകൊണ്ടിരുന്ന ഒരു കുർത്തയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. കുർത്തയും പൊട്ടും ലിപ്സ്റ്റിക്കും സൺസ്ക്രീനും മുടി ഇങ്ങനെ നനഞ്ഞ കോഴിയുമായിട്ടാണ് നമ്മളിത് പോകുന്നത്. അപ്പൊ ഇനിയും കൂടെ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ബസ് മിസ്സാവും. എപ്പോഴും ഞാനൊരു റഷാണ് ഗൈസ്. അപ്പൊ നമുക്ക് വേഗം പോവാം, പോയിട്ടെല്ലാം സെറ്റ് ആക്കാം. ഓക്കെ. നമ്മളിപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ബസ് സ്റ്റാൻഡിലെത്തി നിൽപ്പുണ്ട്. കോസ്മോസിൻ്റെ അടുത്ത്. ഞാൻ പാലാരിടത്തുനിന്ന് കയറാൻ നേർന്ന് വിചാരിച്ചേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ആക്ച്വലി വിളിച്ചു നോക്കിയപ്പോൾ ആണെങ്കിൽ അവരോട് 10-15 മിനിറ്റ് എടുക്കും ബസ് എത്താനെന്ന്. അപ്പോൾ നമ്മളൊരു 10-15 മിനിറ്റ്സ് ഇവിടെ പോസ്റ്റ് ആണ്. പക്ഷേ സാരമില്ല, നമ്മൾ ലേറ്റ് ആയിട്ട് എത്തുന്നതിനെക്കാട്ടും എന്തുകൊണ്ടും ബെറ്ററാണ് നേരത്തെ എത്തുന്നത്. കാരണം ഐ കുഡന്റ് അഫോർഡ് ടു ലൈക്ക് മിസ് ദിസ് ബാംഗ്ലൂർ ട്രിപ്പ്. എനിക്ക് എന്തായാലും പോകണമായിരുന്നു. സോ വിച്ച് ഇസ് ലൈക്ക് ഓക്കെ ഫൈൻ. നേരത്തെ എത്തിയാലും അയ്യോ ഒരു ആംബുലൻസ് പോകുന്നുണ്ട്, ദൈവമേ ഒന്നും പറ്റില്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോகிறது ലേറ്റ് ആയിരിക്കും. പക്ഷേ ഇല്ല, ഞാൻ ആക്ച്വലി ഒരു 15 മിനിറ്റ്സിൽ തന്നെ എത്തി. അപ്പം പീസ്ഫുൾ ആണ്. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ ഇങ്ങനെ 15 മിനിറ്റ് പോസ്റ്റ് ആയിട്ടൊക്കെ ഞാനിങ്ങനെ വരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്താ ഇങ്ങനെ പോസ്റ്റ് അടിച്ച് നനഞ്ഞ കോഴിയായിട്ട് ഇവിടെ നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ബസ് കയറി. ഞാൻ ആക്ച്വലി വർത്താനം പറഞ്ഞ് വെച്ചപ്പോഴത്തേക്കും ബസ് വന്നു ഗൈസ്. അപ്പോൾ ബസ് കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ബാംഗ്ലൂർ എത്തണം. ഇടയ്ക്ക് സ്റ്റോപ്പ് ഉണ്ടാവും, എവിടെയെങ്കിലും നിർത്തും. ഐ തിങ്ക് മൈസൂർ, കൊച്ചിയിൽ നിന്ന് പോകുമ്പോൾ എവിടെയാണ് നിർത്തുന്നത് എനിക്കറിയില്ല. കോഴിക്കോട് നിന്ന് പോകുന്നെങ്കിൽ മൈസൂരാണ് നിർത്തുന്നത്. അപ്പം നമ്മൾ സ്ലീപ്പറാണ് എടുത്തത്. അതാകുമ്പോൾ സുഖമായി കടന്നുറങ്ങി എണീറ്റ് ഉറക്കത്തിനൊരു ദണ്ണവും സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എത്താൻ പറ്റും. അപ്പം എന്തായാലും കയറിയിട്ടുണ്ട്. നമുക്കിനി നൈസായിട്ട് പാട്ടൊക്കെ കേട്ടിരിക്കാം. ഫ്ലാറ്റിലെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് നോർമലായിട്ട് കഴിഞ്ഞ വർഷത്തെ പോലെ പ്ലാൻ ചെയ്ത് ബെഡിലൊന്നും പോയി കിടക്കുന്നില്ല. കാരണം കഴിഞ്ഞ വർഷം അങ്ങനെ കിടന്നപ്പോഴത്തേക്കും ഫുള്ളി ഫ്ലോപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ റൂംമേറ്റിനെ വിളിച്ച് വാല് പറഞ്ഞിട്ട് ഞാൻ നേരെ അവളുടെ അടുത്തേക്ക്, അവൾ ഉറങ്ങുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്, അവളുടെ അടുത്തേക്ക് പോന്നു. സർപ്രൈസ് ചെയ്യുന്നു. ഇതാണ് എൻ്റെ ഹോൾ പ്ലാൻ. അപ്പം നമുക്ക് നേരെ മോളിപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പാണ് ഗൈസ്. ഭയങ്കര തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. മൂക്കൊക്കെ ചുമന്ന് ഇങ്ങനെ മൂക്കൊക്കെ ഇങ്ങനെ ഇതാവാൻ തുടങ്ങി എനിക്ക്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോകാം. ഗൈസ് ഒരു ഫ്ലോപ്പ് ഉണ്ടായി. ഓക്കെ, അവൾ സർപ്രൈസ്ഡ് ആയില്ല. പിന്നെ ഒന്നാമത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തില്ല. താങ്ക്സ് ടു അതെ
താങ്ക്സ് ടു സ്വപ്ന. മുഖം ഒന്ന് കാണിക്കോ, മുഖം ഒന്ന് കാണിക്കോന്ന്. അയ്യോ അമ്മേ. ഗൈസ് എല്ലായിടത്തും ഫ്ലോപ്പാണ്. കാരണം ഒന്ന് നമ്മൾ വീഡിയോ ഓണാക്കിയില്ല, അവൾ വീഡിയോ ഓണാക്കാൻ മറന്നേ ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം ഇവള് ഒരു പാട്ട എക്സ്പ്രഷനാണ് തന്നത്. സോ അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ട് കേസ് ഞാൻ എപ്പോൾ സർപ്രൈസ് അവതരിപ്പിച്ചാലും ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇനി എന്ത് തീരുമാനിക്കുകയാണ്. ഇവക്കിനി സർപ്രൈസ് കൊടുക്കുന്നില്ല, അത് തീരുമാനിച്ചു. ഇവക്കിനി നോ മോർ സർപ്രൈസസ്. ഇവളോട് അടിയുണ്ടാക്കി നിന്നിട്ട് ഒരു കാര്യമൊന്നും ഇല്ലാതെ എനിക്ക് മനസ്സിലായി. സോ നോ മോർ സർപ്രൈസസ് ഫോർ യു. ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? നിന്നോടാ പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണ്ടേ? അതാ ഞാൻ പറഞ്ഞില്ലേ അവളോട് അടി ഉണ്ടാക്കിയെന്ന്. റിപ്ലൈ ഒന്നും കൊടുത്തില്ല. എന്നിട്ട് പക്ഷേ അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ എത്തി. എന്നിട്ട് സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരാൾ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. ഒരാൾ ഭയങ്കര ബ്ലേറ്റൻ്റ് ആയിട്ടുള്ള വൃത്തികെട്ട ഒരു എക്സ്പ്രഷനാണ് തന്നത്. എന്നെ നോക്കിയിട്ട് ഓ എന്ന് പറഞ്ഞ പിന്നെയും തല താത്തി അവിടെ കടന്നു. ഓക്കെ, അപ്പൊ ഇവളുടെയൊക്കെ ബർത്ത്ഡേ ഒക്കെ എന്തിനാണ് ഞാൻ സർപ്രൈസ് കൊടുക്കാൻ വന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതെ അതെ, സർപ്രൈസ് ട്രയാങ്കിൾ. ഞാൻ ഇവളും സർപ്രൈസ് ആയിട്ടില്ല. ആ സർപ്രൈസ് ട്രയാങ്കിൾ വർക്ക് ആവുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം എന്റെ മുടി കണ്ടവർക്ക് മനസ്സിലായി ഇവൾ സർപ്രൈസ് സ്റ്റൈല. ഇപ്രാവശ്യം ഇവൾക്ക് എന്നെ കണ്ടിട്ട് തന്നെ ഇവൾക്ക് സർപ്രൈസ് സ്റ്റൈല. അപ്പൊ എനിക്ക് മനസ്സിലായി ഷീ ഈസ് ദ പ്രോബ്ലം, നോട്ട് മീന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി നോ മോർ സർപ്രൈസസ്. ഇവളിപ്പോഴാണ് ഉറങ്ങിയത്. ഇവൾക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണ്. സോ ഇവള് 6 o'clock ഇറങ്ങിയത്. ഞാൻ 7 വന്ന് എണീപ്പിച്ചു. അപ്പൊ ഇനി അവൾ ഉറങ്ങുന്നില്ല. അവളുടെ ഉറക്കം ഇന്നത്തേക്ക് പോട്ടെ എന്ന് ഞാൻ ഓർത്തു. സാരമില്ല. ഓൾസോ മാഡം ബ്രേസസ് ഒന്ന് കാണിച്ചിരിച്ച് ബ്രേസസ് ഊരി ക്ലിപ്പൊക്കെ ഊരിയിട്ടിരിക്കുക. അപ്പൊ അതിന്റെ ഒരു ഷോ ഓഫാണ് പല്ലൊക്കെ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നത്. നിങ്ങളത് വേറെ ഒന്നും വിചാരിക്കണ്ട. അപ്പൊ ഇത് ഹെൽപ്പ് ചെയ്യാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സർപ്രൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത വാൻകുഷനും അതുപോലെ തന്നെ ഇവിടെയുള്ള സ്വപ്നയ്ക്കും എല്ലാവർക്കും താങ്ക് യു. നല്ല ഫ്ലോപ്പ് ആയിട്ടുണ്ട് ചെറുതായിട്ട്, പക്ഷെ സാരമില്ല. വി ആർ ബാക്ക് ഇൻ ബാംഗ്ലൂർ ഗൈസ്. നമ്മൾ ബാംഗ്ലൂർ എത്തി. ഇവിടെ ഒരു ജോലിക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും. അപ്പം ഞാനിങ്ങനെ ഒരു തണ്ടാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത്. അപ്പം എന്തെങ്കിലും പറയാനുണ്ടോ? എൻ്റെ കൈ കെട്ടിരിക്കുന്നു. പറ പറ, വേഗം പറ. എന്തെങ്കിലും പറ. ഒന്നുമില്ല നിനക്ക് പറയാൻ. വൃത്തികെട്ടവളെ, നിനക്കൊന്നും പറയാനില്ലേ? അവൾക്ക് എന്താന്ന് മനസ്സിലാകത്തില്ല വൃത്തികെട്ടവളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഡ് ഗേൾ എന്ന്. ഓക്കെ, നത്തിങ്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കട്ടെ, എന്നിട്ട് പിന്നെ എന്തൊക്കെയാണെന്ന് ആലോചിക്കട്ടെ. സോ വിശേഷങ്ങളൊക്കെ ഞാൻ ഷോർട്സ് തരുന്നതായിരിക്കും. അപ്പം ചാറ്റ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.